3, 4. ഒരു ധനുമാസത്തിൽ ദേവനാഥം കേട്ടു ജനറൽ ഹോസ്പിറ്റലിൽ കടന്നു വന്നത് ഇവിടെ കിടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയാണ്. 2024 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ഈ അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം സാധുക്കളിൽ സാധുവായി ഈ കാലിത്തൊഴുത്തിൽ വന്ന് ജനിച്ച സന്തോഷ വാർത്ത മാലാഖമാർ വന്ന് പറയുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകം മുഴുവൻ സന്തോഷത്തിൻ്റെ പുറകിൽ ഓടി നടക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും കാശിഷിനും ബ്രൗൺ ഷുഗറിനും ഒക്കെ അടിമകളായി അവർ യേശുദേവന്റെ തിരുപ്പിറവി ദിനത്തിൽ അവർ ലഹരിയുടെ പുറകിൽ ഓടി നടക്കുമ്പോൾ യേശുവാണ് നമ്മുടെ ലഹരി എന്ന് പറയാൻ, യേശുവാണ് നമ്മുടെ ജീവിതം എന്ന് പറയാൻ നമുക്ക് ഇവിടെ ദൈവം തന്ന അവസരമാണ്. ഇവിടുത്തെ ആളുകൾക്ക് നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട സൂപ്രണ്ട് എന്നോട് പറഞ്ഞു എന്തൊക്കെ ചെയ്യാമോ. നമ്മളിവിടെ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും നല്ല നിലയിൽ എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ആ സമയത്ത് നമ്മുടെ ജില്ലാ കളക്ടർ നമ്മളെ അനുമോദിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുപോലെ എല്ലാ വർഷവും നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ അനിസ്, പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരെയും ഓർക്കുന്നു. പ്രിയപ്പെട്ട സൂപ്രണ്ട് സുഷമ തൻ്റെ അഭാവത്തിൽ തനിക്കും നന്ദി പറയുന്നു. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയും. നമ്മൾ ഒരുമിച്ച് വാർഡിലേക്ക് കടക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അമ്മയ്ക്ക് നമ്മുടെ കല്യാണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ അമ്മ ശരിക്കും ജീവനോട്ടിരിക്കുന്നത് നമ്മുടെ കല്യാണം കാണാൻ വേണ്ടിയാണ്. എന്നോട് ദൈവം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ദൈവനോട് പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഈ അമ്മ ശരിക്കും ചത്തുപോകാതിരിക്കുന്നത് നമ്മുടെ വിവാഹം കാണാൻ വേണ്ടിയാണ് കേട്ടോ. എന്നോട് തമ്പുരാൻ അങ്ങനെ പറയുക.
ദൈവം നമുക്കൊരു സൗഖ്യം തരും. ഈ അമ്മയ്ക്ക് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് തരാം കേട്ടോ. അമ്മ ദൈവം അനുഗ്രഹിക്കും. താതനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയെ ആയുസ്സോടെ ദൈവം കാത്തത് ഈ മകൻ്റെ വിവാഹം കാണാൻ വേണ്ടിയാണെന്ന് കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം. ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രവർത്തിക്ക് അത്ഭുതങ്ങൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി. സൗഖ്യമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. അസംബോട്ടല്ല അല്ലേ? എത്ര പിള്ളേരാ? മരിച്ചുപോയി. ആരും ഇല്ല ഇപ്പോൾ ഇല്ലയോ? എന്നാലും ദൈവം കൂടെ ഉണ്ട് കേട്ടോ. മനസ്സിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നാലും ഒടേ തമ്പുരാൻ കൂടെ നിൽക്കും. എന്നോട് ദൈവം പറയുക കേട്ടോ. ഒരു മരണത്തിൻ്റെ മുമ്പിൽ വല്ലാണ്ട് സങ്കടപ്പെട്ടതുപോലെ ഞാൻ കാണുന്നത്. യേശുവിനോട് പറയുന്നത് അങ്ങനെ ചെയ്തൊക്കെ മാറും കേട്ടോ. എന്താ വിഷമിക്കൊന്നും വേണ്ട. തമ്പുരാനെ ഞാൻ ഈ വാത്സല്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആയുസ്സിൽ ആദ്യമായിട്ട് കാണുക. തമ്പുരാനെ ഈ പിതാവിനെ ഞാൻ കണ്ടപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയതുപോലെ ദൈവം എന്നെ കാണിച്ച് എന്തിനാ ജീവിക്കുന്നത് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ദൈവനോട് പറയുക, കുഞ്ഞു വാർന്നു പോകുന്ന ജീവിതത്തിനകത്ത് മുന്നോട്ട് പോയ ഒരവസ്ഥയുണ്ട്. ഇന്നതെല്ലാം ദൈവം മാറ്റിത്തരും. ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം നൽകി തരുമെന്ന് കർത്താവ് ഇടപെടുക. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്ക് നന്ദി. കരുതലോടെ അവിടുന്ന് കാക്കണം. തമ്പുരാൻ്റെ കൃപ കൊണ്ട് അവിടുന്ന് കാക്കും. പരിശുദ്ധൻ്റെ സാന്നിധ്യത്തെ ദൈവം പാലിക്കും. യേശുവിൻ നാമത്തന്നെ പക്ഷേ പൂർണ്ണ സൗഖ്യം ദൈവം തരും. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. തമ്പുരാനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയെ നിൽക്കുക. തമ്പുരാനെ ജീവിതമൊക്കെ മാറ്റാൻ അങ്ങക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുക. തനിക്ക് ദൈവ സൗഖ്യം കൊടുക്കണം. തന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ കരമുണ്ടാകണം. തമ്പുരാൻ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആരും നോക്കാനില്ല, ഞങ്ങൾ കൊണ്ടുപോയി നോക്കും കേട്ടോ. ഞങ്ങൾക്ക് സ്നേഹത്തണലുണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ വന്നാൽ ഞങ്ങൾ നോക്കിക്കോളും കേട്ടോ. പേരെന്തുവാ? മജീദ്. ഞങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ പേരെന്തുവാ? സംശുദ്ദീൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുക. കല്യാണം കഴിച്ചില്ലയോ? കല്യാണം കഴിച്ചു. ഭാര്യ ഇട്ടിട്ട് പോയോ? മക്കളുണ്ടോ? ഓ ശരി, വെളിയിലായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ലാതായി. ദൈവം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ സ്നേഹ സന്ദേശമേ പറയാനുള്ളൂ. ആരും ഇല്ലേ ഞങ്ങൾ നോക്കും. അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ സൂപ്രണ്ട് ഞങ്ങളുടെ നമ്പറുണ്ട്. സൂപ്രണ്ട് ചോദിച്ചാൽ മതി. ആരും ഇല്ല, ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും കേട്ടോ. കുടിയുണ്ട് കേട്ടോ. ഇനിയും കുടിക്കല്ലേ. ഞാൻ നമ്മളെ കാണുമ്പോൾ യേശുവിനോട് പറയാ, നമ്മുടെ ഭാര്യ ഇട്ടിട്ട് പോയാലും നമുക്ക് ശകലം കുടിയുണ്ടെന്നും ജീവിതത്തിൽ വലിയ പ്രശ്നമാണെന്നോ കേട്ടോ. എന്നാലും ദൈവം നമ്മളെ നടത്തും. ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞങ്ങളുടെ നമ്പറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണം. ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ദൈവമുണ്ട് കൂടെ. ശരി പ്രിയപ്പെട്ടവരെ, മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ലോകം സന്തോഷത്തിന് വേണ്ടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. തിന്മയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു കാലത്ത് ഞങ്ങളും ഇതുപോലെ സമാധാനമില്ലാത്തവരായിരുന്നു. ഉദാഹരണമായി നിൽക്കുന്ന പല ആളുകളും ഇതിനകത്ത് RSSന്റെ കാര്യവാഹമായിട്ടുള്ള ആളുകളുണ്ട്. ഇതിനകത്ത് നായർ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട സലൻ ബ്രദർ, അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ സമാധാനം തേടി അലയുമ്പോൾ ഇതുപോലൊരു ക്രിസ്മസ് ദിനത്തിൽ യേശു തന്നെ തൊട്ടതാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അനുഭവങ്ങൾ നിരവധി പറയാനുണ്ട്. ആ സന്തോഷമാണ് ഞങ്ങളെ കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ആ സന്തോഷം നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, പോലീസുകാരുണ്ട്, പല തസ്തികയിൽപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങളെല്ലാവരും ഈ സ്നേഹവും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സമാധാനവും നിങ്ങളുമായിട്ട് കൈമാറുന്നു. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ദൂതന്മാർ ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നു. യേശു എന്ന രക്ഷിതാവ് 2024 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചു. ആ സന്തോഷം നിങ്ങൾ പറയുകയാണ്. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗാനം പാടി ശേഷം നിങ്ങൾക്ക് ഫുഡുകൾ വിതരണം ചെയ്ത് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണും 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 ഇന്നിലൊരു പൈതലിനാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു മതത്തിൻ്റെ സ്ഥാപകരല്ല. യേശുവാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരു ലഹരി ഉപയോഗിക്കാത്ത, ഒരു തിന്മയും ചെയ്യാതെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളോട് മത്തായും മമ്മദും മുരുകനും ഒക്കെ ഞങ്ങളോട് കൂടെയുണ്ട്. എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളോട് കൂടെയുണ്ട്. യേശു ഒരു മതമല്ല, യേശു ഒരു മാർഗമാണ്. യേശുവിനെ സേവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിനത്തിൽ ദൈവം നൽകി തരട്ടെ. സമാധാനവും സ്വസ്ഥയും നൽകട്ടെ എന്ന് ഏറെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.